നമ്മൾ 1980-കളിൽ 2 ലക്ഷം വണ്ടി ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 2023 അത് 1,60,00,000 വണ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ റോഡ് 1980-ലുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വണ്ടികളെ താങ്ങാനുള്ള കപ്പാസിറ്റി റോഡിനില്ല. അതാണ് അപകടങ്ങൾ കൂടുതൽ. അല്ലാണ്ട് ആരെയും കുറ്റമല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് നമുക്കൊരു സംസ്കാരം, ഗതാഗത സംസ്കാരം, നമ്മൾ റോട്ടിൽ കൂടി എങ്ങനെ വണ്ടി ഓടിക്കണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, മറ്റുള്ള വണ്ടിക്കാരെ എങ്ങനെ ആദരിക്കണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചെറുപ്പത്തിൽ മുതൽ പഠിപ്പിച്ചെടുക്കണം. മലയാളികൾക്ക് ഗതാഗത സംസ്കാരം ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള തലമുറക്ക് ഒരു 5ാം ക്ലാസ് മുതൽ നമ്മൾ പാഠപുസ്തകത്തിൽ മാസത്തിൽ ഒരു പീരീഡെങ്കിലും നമ്മൾ ഈ ഗതാഗത സംസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇനി വരും തലമുറ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വണ്ടി ഇടിച്ച് മരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. കാരണം നമ്മളിപ്പോൾ സൗദി അറേബ്യ പോയി കഴിഞ്ഞാലും നമ്മൾ കേൾക്കണത് മലയാളി വണ്ടി ഇടിച്ച് മരിച്ചെന്നാണ്. അവിടെ അറബി മരിച്ചത് നമ്മൾ കേൾക്കാറില്ല. അമേരിക്കയിൽ പോയി കഴിഞ്ഞാലും സായിപ്പ് വണ്ടി ഇടിച്ച് മരിക്കണമല്ല, മലയാളിയാണ് വണ്ടി ഇടിച്ച് മരിക്കണത്. അപ്പോൾ നമ്മുടെ ഗതാഗത സംസ്കാരം ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന യുവതലമുറയെ നമുക്ക് ഇങ്ങനെയുള്ള അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ളവർക്ക് എന്ത് നന്മ ചെയ്തു കൊടുക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് ഉപകാരം അവർക്കുണ്ട് അത് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അല്ലാണ്ട് എനിക്ക് വലിയ 2 നില വീടുണ്ട്, എനിക്ക് വലിയ സംഗതി ഉണ്ടെന്ന് പറയണതല്ല. നമ്മളെ കൊണ്ട് ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നന്മ ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. ശരിയാണ്. കാരണം ഞാനിപ്പോൾ ഇവിടെ തന്നെ നിന്നിട്ട് കുറേ വണ്ടിക്കാർ വന്നിട്ടില്ലേ, സാറിൻ്റെ ആ ഒരു ആക്ഷനെ കണ്ടിട്ടില്ലേ, ടാറ്റ കൊടുത്ത് ചിരിച്ചിട്ട് പോകുന്നത്. അങ്ങനെ അഭിനന്ദിക്കാനുണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ. അഭിനന്ദിക്കണ തന്നെയല്ല, ജ്യൂസ്, മിഠായി, കാഡ്ബറി, പിന്നെ കേക്ക്, പിന്നെ പെർഫ്യൂം, അതായത് ഈ വേർപ്പിന്റെ മണമൊക്കെ അടിക്കണ്ടാറുണ്ട്, മാസ്ക്, കണ്ണട. ഈ കണ്ണട മെയ്ഡ് ഇൻ ഇംഗ്ലണ്ടാണ്. എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് എനിക്കൊരു കണ്ണടയും ഒരു ഷർട്ടും അവിടെ നിന്ന് പാഴ്സൽ അയച്ചു തന്നു. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ എത്ര ചെറിയ പദവിയായാലും നമുക്ക് പ്രവൃത്തിയിലൂടെ അതിനെ ഉന്നതിയിലാക്കാൻ പറ്റും. കാരണം പോലീസിലെ ഏറ്റവും താഴ്ന്ന ഒരു തസ്തികയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ഈ യൂണിഫോം ഇട്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാൻ പട്ടാളത്തിൽ 20 വർഷം യൂണിഫോം ഇട്ടെങ്കിലും എൻ്റെ നാട്ടുകാരിൽ ചിലവർ മാത്രമേ അറിയുള്ളായിരുന്നു. പക്ഷേ ഈ യൂണിഫോം ഇട്ട് റോഡിലിറങ്ങി കഴിഞ്ഞപ്പോൾ ലോകമുള്ള മലയാളികൾ മൊത്തം അറിയാൻ തുടങ്ങി. അപ്പം നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് പലതും നേടിയെടുക്കാൻ. സ്വകാര്യം ചോദിക്കട്ടെ, എത്ര വയസ്സായി? ഇപ്പം 53. 53 വയസ്സിന് എനർജി ഒന്നുമില്ല. സാറോട് കാണിക്കുന്ന കാര്യം ഞാനൊരു 10 മിനിറ്റ് കാണിച്ചാൽ ഞാൻ കുഴഞ്ഞു വീഴും. കാരണം അത്രയ്ക്ക് എനർജിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത്. കാരണം എല്ലാ വണ്ടിക്കാരൊക്കെ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്കൊരു പെർഫെക്ഷൻ. അതെ, എന്താണ് നമ്മളൊരു 6 മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. കാരണം ഞാനൊരു നല്ല ഡ്യൂട്ടി, കാരണം എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം നമ്മുടെ. അപ്പോൾ ആ പോസിറ്റീവ് എനർജി നമ്മുടെ ഫാമിലിയിൽ ഫീൽ ചെയ്യും. ആ ഫീലിംഗ് നമ്മുടെ മൊത്തത്തിൽ ശരീരത്തിലും നമ്മുടെ മനസ്സിലും സംസാരത്തിലും എല്ലാത്തിലും ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയൊരു സംഭവം.